കാട്ടാളൻ, അതിരടി എന്നീ സിനിമകളുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും കേരള ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ. എന്തായാലും കാട്ടാളൻ സിനിമയുടെ ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. സിനിമ റിലീസിന് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 8 ദിവസം ആയിരിക്കുകയാണ്. കേരളത്തിന്റെ കാര്യം വളരെ മോശം തന്നെയാണ് സിനിമയ്ക്ക്. ഇന്നലെ വ്യാഴാഴ്ചയായിട്ട് സിനിമയ്ക്ക് വർക്കിംഗ് ഡേ ആയിട്ട് പോലും 4 ലക്ഷമാണ് ഗ്രോസ് കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് 60% സിനിമയ്ക്ക് ഡ്രോപ്പ് കാണുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ സിനിമ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും പല തിയേറ്ററുകളും സ്കിപ്പ് ആവുന്നതായിരിക്കും. ഇപ്പൊ തന്നെ എന്റെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ സിനിമ സ്കിപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരാഴ്ച കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഒരു 5 ദിവസം സിനിമ തിയേറ്ററിൽ ഓടി. അപ്പോഴേക്കും സിനിമ വാഷ് ഔട്ട് ആയി. കാരണം സിനിമ കാണാൻ ആരും ഇല്ല. മെയിൻ ആയിട്ട് ബ്ലാസ്റ്റ് പുറത്തിറങ്ങി ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമ കേരളത്തിലാണ് കൂടുതൽ ഗ്രോസ്. ഇപ്പൊ ഇന്നലെ ആണെങ്കിൽ പോലും സിനിമയ്ക്ക് വ്യാഴാഴ്ച 1 കോടിയുടെ മുകളിൽ കളക്ഷൻ ഉണ്ട്. ദൃശ്യത്തിനേക്കാളും കളക്ഷൻ, ദൃശ്യത്തിനാണെങ്കിൽ 92 ലക്ഷം കണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്പേഴ്സ് കാണുന്നത്. ഇതിനിടയിൽ നമ്മുടെ കാട്ടാളൻ സിനിമ എല്ലാവരും മറന്നിരിക്കുകയാണ്. ആരും കാണാൻ പോകുന്നില്ല എന്ന് വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാം. പിന്നെ സിനിമയ്ക്ക് റെസ്പോൺസും ഓൾമോസ്റ്റ് മോശമാണ്. കേരളത്തിന് പുറത്തൊക്കെ സിനിമയ്ക്ക് കുറച്ച് നല്ല റെസ്പോൺസ് കാണാൻ സാധിച്ചു. എന്നാലും സിനിമ കേരളം ഒറിജിനൽ സിനിമയായിട്ട് കേരളത്തിൽ പോലും റെസ്പോൺസ് ഇല്ല. പിന്നെ എന്താ പറയണ്ടേ. സിനിമയ്ക്ക് ടോട്ടൽ 8 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 5,77 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി വേൾഡ് വൈഡ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഗ്ലോബൽ ആയിട്ട് സിനിമയ്ക്ക് 16,15 ലക്ഷമാണ് അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ ഏകദേശ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമ ഓൾമോസ്റ്റ് കളക്ഷൻ ഫൈനൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലോസിംഗ് അപ്ഡേറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ച അവസാനത്തോടെ പടം പലയിടങ്ങളിൽ നിന്നും വാഷ് ഔട്ട് ആകുമെന്ന് വ്യക്തമാവുന്നുണ്ട്. ഈ കളക്ഷൻ നമ്പേഴ്സ് കാണുമ്പോൾ പടം റിലീസിന് കൊണ്ടുവന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഷെയർ പോയിട്ട് നല്ലൊരു നഷ്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത് കാട്ടാളൻ സിനിമ. ഇനി എന്തായാലും പടം നിർമ്മാതാവിന് വലിയൊരു ഹ്യൂജ് ലോസ് ആണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു സിനിമയാണ് നമ്മുടെ അതിരടി എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ടൊവിനോ തോമസ്, ബേസില്, അതുപോലെ തന്നെ നമ്മുടെ റിയാഷിബ് എന്നിവർ അഭിനയിച്ച ഏറ്റവും പുതിയ മലയാള സിനിമയാണ്. ഓൾമോസ്റ്റ് നല്ല റെസ്പോൺസ് ആണ് സിനിമ തിയേറ്റർ റിലീസിന് വന്ന ഡേ തന്നെ കാണാൻ സാധിച്ചത്. സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ നിലവിലെ വ്യാഴാഴ്ച കാണാൻ സാധിക്കുന്ന കളക്ഷൻ 12 ലക്ഷമാണ് ഗ്രോസ് ആയിട്ട്. നല്ലൊരു കളക്ഷൻ ഹോൾഡ് സിനിമയ്ക്ക് കാണുന്നുണ്ട്. ഇപ്പൊ നിലവിൽ നമ്മുടെ തമിഴിൽ നിന്ന് ബ്ലാസ്റ്റ് വന്നു, ദൃശ്യം 3 വന്നു, പിന്നെ നമ്മുടെ കറുപ്പ് സിനിമ വന്നു, ഇപ്പൊ മോളിവുഡ് ടൈംസ് വരെ വന്നു. എല്ലാ സിനിമകൾ വന്നിട്ടാണെങ്കിൽ പോലും നമ്മുടെ അതിരടി സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തില്. ഇപ്പൊ സിനിമയ്ക്ക് ടോട്ടൽ കേരള ബോക്സ് ഓഫീസ് 37,26 ലക്ഷമാണ് ഇക്കഴിഞ്ഞ 22 ദിവസം കൊണ്ട് കേരളത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷന്. ഇനി സിനിമയെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് വേൾഡ് വൈഡ് 22 ദിവസം കൊണ്ട് 68,65 ലക്ഷമാണ്. സിനിമ എന്തായാലും ഉടൻ തന്നെ ഇനി OTT റിലീസിന് പോവുകയാണ്. ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയോടെ ആയിട്ട് നമ്മുടെ അതിരടി സിനിമയുടെ ഒഫീഷ്യലായ OTT പ്രഖ്യാപനം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോണി ലിവ് അന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് സോണി ലിവിന്റെ പേജ് വഴി. ഓൾമോസ്റ്റ് ജൂൺ എന്നാണ് പറഞ്ഞത് OTT റിലീസ് പല ഭാഷകളിലായിട്ട്. എന്തായാലും ജൂൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് സിനിമയുടെ OTT റിലീസ്. എന്തായാലും ഫൈനൽ നമ്പേഴ്സ് ഒരു 70 കോടി നേടിയെടുക്കുമ്പോൾ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കൺബോക്സ് ചെയ്യപ്പെടുക. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് കൺബോക്സ് ചെയ്യപ്പെടുക? കാട്ടാളനാണോ അതിരടി സിനിമയാണോ? കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ.